മിശിഹായിൽ സ്നേഹമുള്ളവരെ, എല്ലാവരും ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരുക്കത്തിലാണല്ലോ. ഈ സുവിശേഷ വിചിന്തനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ചിന്തകളോടെ ക്രിസ്മസിന് ഒരുങ്ങുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ മത്തായി ശ്ലീഹായുടെ ചിന്ത യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. മത്തായി ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം യൂദായിലെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സുവിശേഷം എഴുതിയത്. പ്രവചനങ്ങളുടെയൊക്കെ പൂർത്തീകരണമായി യഹൂദരെ രക്ഷിക്കുവാൻ വന്ന ഒരു യേശുവിനെയാണ് മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷം മാലാഖ യൗസേപ്പിതാവിനെ മംഗളവാർത്ത അറിയിക്കുന്ന സുവിശേഷ ഭാഗമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. കാരണം മാലാഖ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനെയും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചപ്പോഴാണ് ജോസഫിന് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ പ്രതിസന്ധി മാറിക്കിട്ടിയത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മറിയത്തോട് പറഞ്ഞതുപോലെ മാലാഖ പറയുകയാണ്, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പോൾ ദൈവത്തിന് മാത്രമാണ് പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളത്. അതുതന്നെയാണ് യേശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജനനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. യേശു ദൈവമാണ് എന്നുള്ളത്. ഇത് സംഭവിച്ചതും ഐസയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനഭാഗം അന്വർത്ഥമാക്കിക്കൊണ്ടാണ്. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ ഹൈലൈറ്റ്. ദൈവം ഒരുപാട് അകലെയല്ല, സ്വർഗത്തിലെപ്പോഴും ഇരിക്കുകയല്ല. ദൈവത്തിന് നമ്മുടെ മുഖച്ഛായയാണ്. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നവനാണ്. യോഹന്നാൻ മാംദാന തന്നെ യേശുവിനെ ലോകത്തിൽ അവതരിപ്പിച്ചത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. മത്തായി ശ്ലീഹ വിചാരിച്ചിരുന്നത്, സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, യഹൂദർക്കുണ്ടായ കഷ്ടപ്പാടുകളും വിപ്രവാസവും അവരുടെ തിന്മയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ അവരുടെ തിന്മയിൽ നിന്നും മോചിപ്പിക്കാനായി വരുന്ന ഒരു രക്ഷകനാണ് യേശു എന്നാണ്. എന്നാൽ യേശു അങ്ങനെയുള്ള ഒരു രക്ഷകനല്ല എന്ന് നമുക്ക് തീർച്ചയായും അറിയാം. അവിടുന്ന് ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. അത് നമുക്കൊത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. ദൈവത്തിന് നമ്മുടെ മുഖച്ഛായയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ വന്ന് നമ്മളിൽ ഒരുവനെപ്പോലെയായി പാവമൊഴികെയുള്ള എല്ലാത്തിലും. അപ്പോൾ നമുക്ക് നമ്മളിൽ ഒരുവനായി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ജീവിതാവസ്ഥയിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വളർത്തിയെടുക്കുവാനായി ഈ ക്രിസ്മസ് ആഘോഷം തീർച്ചയായിട്ടും ഉപകരിക്കണം. അങ്ങനെ യൗസേപ്പ് തൻ്റെ മനസ്സിലെ ആകുല ചിന്തകളൊക്കെ മാറ്റി മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്നെഴുതിയിരിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിക്കുക. ദൈവം എല്ലാം നമുക്ക് നമ്മുടെ നിശബ്ദതയിൽ, നമ്മുടെ നിശബ്ദമായ പ്രാർത്ഥനയിൽ, നമ്മുടെ നിരന്തരമായ ആലോചനയിൽ ദൈവം നമുക്കതെല്ലാം വെളിപ്പെടുത്തി തരും. നമ്മുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം തന്നെ നമുക്ക് ലഭിക്കുന്ന വെളിപാടുകളാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്കൊരു പ്രകാശം തീർച്ചയായിട്ടും തരും. എങ്ങനെയാണ് നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ
അത് ദൈവനിവേശിതമാണോ അല്ലയോ എന്നറിയുന്നത് തീർച്ചയായും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവനിവേശിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അധികം ടെൻഷൻ അടിക്കാതെ ശാന്തമായി ജീവിതത്തെ അഭിമുഖീകരിക്കുക. എല്ലാം ദൈവം നിങ്ങൾക്ക് ക്രമപ്പെടുത്തി തരും. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വിശുദ്ധ യൗസേപ്പിതാവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും ഉണ്ണീശോയും ഒക്കെ പോലെ വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു ജീവിതം. പുൽക്കൂട് നമുക്ക് ആ ലളിത ജീവിതത്തിൻ്റെ മാർഗമാണ് കാണിച്ചു തരുന്നത്. കൂടാതെ ഭക്ഷണം വേസ്റ്റ് ആകാതിരിക്കുക, ഒന്നിനെയും നശിപ്പിക്കാതിരിക്കുക. കാരണം ലോകത്ത് ഈ ആഗോള താപനം മൂലം ഒരുപാട് പ്രതിസന്ധികളും പട്ടിണിയും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു. ജനം ജീവിക്കാൻ മാർഗമില്ലാതെ നാട് വിട്ട് ഓടിപ്പോകുന്നു. അതുകൊണ്ട് ലളിത ജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ ഒരു തരത്തിലും പ്രകൃതിയെയും പ്രകൃതിയിലെ വിഭവങ്ങളെയും നശിപ്പിക്കാതിരിക്കുവാനും സഭകളും ഗവൺമെൻറ്റുകളുമൊക്കെ ആഹ്വാനം ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കാവശ്യമായിട്ടുള്ള വലിയൊരു ആത്മീയ ദർശനമാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രതിസന്ധികളിലൊക്കെ ദൈവം നിങ്ങളുടെ കൂടെ വസിച്ച് ദൈവം നിങ്ങളെ രക്ഷിച്ചനുഗ്രഹിക്കട്ടെ. ആമേൻ.